സത്യമാണ് എൻ്റെ ദൈവം. ഞാൻ ആ ദൈവത്തെ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ഞാൻ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അഹിംസയുടെ പാതയിൽ സഞ്ചരിച്ച മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ പ്രിയപ്പെട്ട വായനക്കാർക്കെല്ലാം ഗാന്ധി ജയന്തി ആശംസകൾ നേരുകയാണ്. നേരുന്നു പ്രതീക്ഷയുടെ പ്രത്യാശയുടെ പൊൻപുലരി. ഇറ്റ്സ് മീ മുഹമ്മദ് ഷാറൂഖ്. പുസ്തക പേജിലെ മയിൽപ്പീലി പോലെ തിരയിൽപ്പെട്ട് കരയിലടയുന്ന കുഞ്ഞു മീനുകൾ. വെള്ളമില്ലാതെ അവ പിടഞ്ഞു മരിക്കും. രാവിലെ നടക്കാനിറങ്ങുന്ന ഒരാൾ ആ മീനുകളെ മെല്ലെ എടുത്ത് കടലിലേക്ക് തന്നെ തിരിച്ചെറിയുന്നു. കാണുന്ന മീനുകളെയെല്ലാം ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുന്നു. താങ്കൾക്ക് കഴിയുമോ ആ മീനുകളെയൊക്കെ രക്ഷിക്കാൻ? 1-2 എണ്ണത്തെ രക്ഷിച്ചിട്ട് എന്ത് കിട്ടാനാണ്? കൂടെ നടക്കുന്ന സുഹൃത്തിൻ്റെ ചോദ്യം കേട്ട് അയാളൊന്ന് പുഞ്ചിരിച്ചു. ഒരു കുഞ്ഞു മീനിനെ കൂടി കടലിലേക്ക് എറിഞ്ഞ് ഇത്രമാത്രം അദ്ദേഹം പറഞ്ഞു. ഒരു മീനെങ്കിലും ജീവിക്കട്ടോ, പിടയുന്നത് കണ്ട് പോകാൻ കഴിയണില്ല. എന്നെക്കൊണ്ട് പറ്റുന്നത്ര ചെയ്യുന്നു, അത്രമാത്രം. സുഹൃത്തുക്കളെ, എത്ര ഹൃദ്യമായ മറുപടി. ഓർത്തു നോക്കൂ, കുറച്ച് ചെറുകഥകളുടെ സമാഹാരമാണ് ജീവിതം. ഒരു ചെറിയ ആയുസ്, അതിൽ കുറച്ച് അനുഭവങ്ങൾ, കുറേ മനുഷ്യർ, കുറേ രാവും പകലും, രണ്ടറ്റവും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചരടാണിത്. ഏത് നിമിഷവും തീർന്നു പോകാം. ഒടുക്കം ഓർത്തു നോക്കുമ്പോൾ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് എന്തായിരിക്കും? ഒരുപാട് ചിരിച്ച നല്ല നേരങ്ങളുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ മറന്നുപോയി. ആർത്തുല്ലസിച്ച ആഘോഷങ്ങളും മറന്നുപോയി. എല്ലാം മറന്നുപോകും. ഓർത്താലും അതൊന്നും മനസ്സിനെ നിറയ്ക്കില്ല. പക്ഷേ ആരും അറിയാതെ നമ്മൾ ചെയ്ത കുറച്ച് നല്ല കർമ്മങ്ങൾ അതെന്നും ഉള്ളിലെ ഊർജ്ജമാണ്. അനുഗ്രഹങ്ങൾ നൽകിയവന് മാത്രം നാളെ കാണിക്കാനുള്ള നമ്മുടെ രഹസ്യങ്ങളാണത്. പുസ്തക പേജിൽ മാനം കാണാതെ സൂക്ഷിച്ച മയിൽപ്പീലി ഓർമ്മയില്ലേ? മാനം കാണാതെ വെച്ചാൽ പെറ്റുപെരുകുമെന്നാണ് കുട്ടികളുടെ വിശ്വാസം. ആരും കാണാതെ ജീവിത പേജിൽ മറച്ചു വയ്ക്കുന്ന കുഞ്ഞു കർമ്മങ്ങൾ നാളെ പെരുകിയ സൽക്കർമ്മങ്ങളായി നമ്മെ കാത്തിരിക്കും. ഈ ഓർമ്മയിൽ കർമ്മധന്യമായ ജീവിതമായിരുന്നു മുൻഗാമികളുടേത്. ഒരേ ഒരു രക്ഷിതാവ് കാണാൻ അവർ വിശ്രമമില്ലാതെ നന്മയിൽ മുന്നേറി. ഇരുട്ടും വെയിൽച്ചൂടും കർമ്മങ്ങൾക്ക് തടസ്സമായില്ല. എത്ര ചെയ്തിട്ടും ഒന്നുമായില്ലെന്ന് സ്വയം കരുതി പിന്നെയും ജീവിതം നല്ല കർമ്മങ്ങൾ കൊണ്ട് നിറച്ചു. എത്ര ആനന്ദത്തോടെയാകും അവർ ദൈവത്തിൻ്റെ അടുക്കൽ എത്തുക. ബോധപൂർവം ജീവിക്കുമ്പോൾ ജീവിതത്തേക്കാൾ രസമുള്ളൊരു കളി വേറെയില്ല. ആയുസ് ധന്യമാകുന്നത് ജീവിച്ച വർഷങ്ങളുടെ കണക്കുകൊണ്ടല്ല, ചെയ്ത നന്മകളുടെ അളവ് കൊണ്ടാണ്. അനുഗ്രഹമായി കയ്യിലെത്തിയത് കൊണ്ടെല്ലാം നന്മകൾ ബാക്കിയാകണം. സമയം, പണം, ആരോഗ്യം, സൗഹൃദം, ജീവിത വിഭവങ്ങൾ എല്ലാം നല്ലത് ചെയ്യാനുള്ള ഓരോ വഴികളാണ്. നമ്മൾ കാരണം സന്തോഷിക്കുന്ന കുറച്ച് മനുഷ്യർ, നമ്മുടെ നല്ല മനസ്സു കാരണം പുഞ്ചിരിക്കുന്ന കുറച്ച് പാവമുഖങ്ങൾ, അതല്ലേ ഈ കുഞ്ഞു ജീവിതത്തെ അർത്ഥമുള്ളതാക്കുന്നത്? സ്വന്തം നേട്ടങ്ങൾക്കും പുഞ്ചിരിക്കും വേണ്ടിയുള്ള ജീവിതം ഒരു ജീവിതമാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ജീവിതം എന്തൊരു രസമാണ്. അതെ, കുറച്ചുകൂടി ഈർപ്പമുള്ളൊരു ഹൃദയം ലഭിക്കലാണ് ശരിയായ ആത്മീയത. മനുഷ്യരുടെ കണ്ണീരും വേദനയും പട്ടിണിയും കാണുമ്പോൾ നമ്മുടെ ഹൃദയം നോവുകയും കണ്ണ് നനയുകയും ചെയ്യുന്നില്ലേ? ആ നോവ് കർമ്മങ്ങളായി മാറട്ടെ. ആ കർമ്മങ്ങൾ കുറേ സാധു മനുഷ്യരുടെ കരച്ചിലിന് പരിഹാരമാകട്ടെ. എവർക്കും ശുഭദിനം നേരുന്നു. സ്നേഹപൂർവ്വം മുഹമ്മദ് ഷാറൂഖ്. താങ്ക് യു സോ മച്ച്.